ചെക്ക് ചെയ്ത് പ്രോപ്പർ അല്ലാത്ത ആൾക്കാർ അവരെ തിരിച്ചു വിടുന്നുണ്ട്. അവർക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ജപ്പാനിൽ പോകുന്നതിന് മുന്നേ കുറേ വീഡിയോസ് കണ്ട് ഒന്നിലും അങ്ങനെ കറക്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് ആരും പറയുന്നില്ല. ഇന്നത്തെ വീഡിയോ ജപ്പാനിൽ പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ് ആയിട്ടുള്ള വിസേനെ കുറിച്ചുള്ള വീഡിയോ ആണ്. അതും എങ്ങനത്തെ വിസ എന്ന് വെച്ചാൽ ഡിപ്പെൻഡൻറ്റ് വൈഫായിട്ട് പോകുന്നവർക്കുള്ള ആ ടൈപ്പ് വിസേനെ കുറിച്ചുള്ള ഓൾ ഡീറ്റെയിൽസ്, A to Z ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടും. ഏത് ടൈപ്പ് ഓഫ് വിസ വേണ്ടതെന്ന് പറഞ്ഞാൽ ടെമ്പററി വിസിറ്റർ വിസ വിത്തൗട്ട് ഗ്യാരണ്ടർ, അതായത് ഡിപ്പെൻഡൻറ്റ് വൈഫായിട്ട് പോണവർക്ക്. അതായത് നിങ്ങളുടെ വൈഫ് വർക്ക് ചെയ്യുന്നില്ല, നിങ്ങളെ എല്ലാ ഫൈനാൻസസും നിങ്ങൾ സ്പോൺസർ ചെയ്യും. ആ ഒരു കാറ്റഗറിയാണ് ഈ ഒരു ഞാൻ പറഞ്ഞ ടെമ്പററി വിസിറ്റർ വിസ വിത്തൗട്ട് ഗ്യാരണ്ടർ. ഇനി ഇത് ഓൺലൈൻ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്. പലരും നിങ്ങൾ വീഡിയോയിലൊക്കെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും, പറ്റും, ഇ വിസ ഉണ്ട് എന്നൊക്കെ പറയും ഇന്ത്യക്കാർക്ക്. പക്ഷേ ഇല്ല, നോ, ദർ ഈസ് നോ ഇ വിസ. ഓക്കെ, ഇത് പോയിട്ട് നമ്മൾ ഫിസിക്കലി പോയിട്ട് തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് ഈ ജപ്പാൻ വിസ. ഇനി നെക്സ്റ്റ് ചോദ്യമാണ് ഹൗ ടു അപ്ലൈ, എങ്ങനെ അപ്ലൈ ചെയ്യുക. അത് VFS ഗ്ലോബൽ എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിനു വേണ്ടി ഏജൻസിന്റെ ഒരു ആവശ്യമില്ല, ഒരു ഹെൽപ്പും ആവശ്യമില്ല. അതൊക്കെ വെറുതെ എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടതാണ്. ക്ലിയർ ആയിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ പോലെ ചെയ്താൽ ഒരു പ്രശ്നമില്ല, 100% ഗ്യാരണ്ടി. അപ്പൊ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് വെച്ചാൽ VFS ഗ്ലോബൽ എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ട്. നിങ്ങൾ എവിടെയാണ് സ്റ്റേ ചെയ്യുന്ന അനുസരിച്ച് കോൺസുലേറ്റ് ചൂസ് ചെയ്യണം. ആ VFS ഗ്ലോബൽ എന്ന് പറഞ്ഞ സൈറ്റിൽ പോയാൽ. അപ്പോൾ മോസ്റ്റ്ലി ഈ ചെന്നൈ, കേരള ഈ ഒരു ഏരിയ കേരളത്തിലെ ആൾക്കാരാണെങ്കിൽ മോസ്റ്റ്ലി കൊച്ചിയും ചെന്നൈ ആണുള്ളത്. അപ്പൊ അതില് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് കൊച്ചി. അപ്പൊ കൊച്ചിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഏജൻസിയുടെ ആവശ്യമൊന്നുമില്ല. ഈ വിസ എന്ന് പറയുന്നത് 90 ഡേയ്സിലേക്കാണ് നിങ്ങൾക്ക് കിട്ടുക. വാലിഡിറ്റി 90 ഡേയ്സ് ആയിരിക്കും. അപ്പം ആ 90 ഡേയ്സ് ടൈം ഫ്രെയിമിനുള്ളിൽ എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് 30 ഡേയ്സ് പോയി വരാം, അവിടെ സ്റ്റേ ചെയ്യാം. മൾട്ടിപ്പിൾ എൻട്രി അത് സെപ്പറേറ്റ് ചെയ്തത്. ഞാനിപ്പോൾ സിംഗിൾ എൻട്രിയുടെ കാര്യം പറയണേ. ഇപ്പോൾ 30 ഡേയ്സ് നിങ്ങൾക്ക് അവിടെ സ്പെൻഡ് ചെയ്യാം ജപ്പാനിൽ, ആ 90 ഡേയ്സ് ഫ്രെയിമിനുള്ളിൽ. ഈ വിസയ്ക്ക് ഇപ്പൊ പറഞ്ഞ വിസയ്ക്ക് വേണ്ട ഡോക്യുമെന്റ്സ് ലിസ്റ്റ് പ്രോപ്പർ ആയിട്ട് ഞാൻ വായിക്കുക, ഇത് മാത്രം മതി. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ ആ ആപ്ലിക്കേഷൻ ഫോം. ഓക്കെ, വിസ ആപ്ലിക്കേഷൻ ഫോം വേണം, ഫുൾ ഫിൽഡ് ആയിട്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ആ കോൺസുലേറ്റിന്റെ VFS ഗ്ലോബലിൽ പോയി കോൺസുലേറ്റ് സെലക്ട് ചെയ്താൽ ഈ വിസ ടൈപ്പും സെലക്ട് ചെയ്താൽ അതിൽ ആ ഒരു ഫോം കിട്ടും. അപ്പൊ അത് ഫുൾ ഫില്ല് ചെയ്തിട്ട് നമ്മൾ കംപ്ലീറ്റ് സൈൻ ചെയ്ത് ഫോട്ടോ ഒട്ടിച്ചിട്ട് അത് എന്തായാലും വേണം. പിന്നെ നിങ്ങളുടെ ഓൾഡ് പാസ്പോർട്ട്, അതുപോലെ പുതിയ പാസ്പോർട്ട്, എല്ലാ പഴയതും പുതിയതും എടുക്കുക. പിന്നെ ഫോട്ടോ വേണം, 2x2 ഇഞ്ച് ഫോട്ടോ വേണം, പാസ്പോർട്ട് സൈസ് ഫോട്ടോ. പിന്നെ കവറിംഗ് ലെറ്റർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതേപോലെ ഹോട്ടൽ ബുക്കിംഗ് ഡീറ്റെയിൽസ്, പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഡീറ്റെയിൽസ്, പിന്നെ ഷെഡ്യൂൾ ഓഫ് സ്റ്റേ ഓർ ഐറ്റിനറി, പിന്നെ സ്പോൺസർ ലെറ്റർ ഫ്രം സ്പൗസ്, അതായത് ഹസ്ബൻഡ് ആണ് ഇത് വൈഫിന്റെ ട്രിപ്പ് മൊത്തം സ്പോൺസർ ചെയ്യണമെന്ന് കാണിക്കുന്ന ലെറ്റർ. പിന്നെ ഹസ്ബൻഡിന്റെ ലാസ്റ്റ് 3 years ITR ഫോം. അതേപോലെ മാരേജ് സർട്ടിഫിക്കറ്റ് വേണം നിങ്ങളുടെ രണ്ടുപേരുടെ. അതേപോലെ ഹസ്ബൻഡിന്റെ ലാസ്റ്റ് 6 months ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങളാണ് പറയണത്. ആക്ച്വലി ഈ എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻ ഒന്നുമില്ല. ഡോക്യുമെന്റ് ലിസ്റ്റ് ഇപ്പൊ ഞാൻ പറഞ്ഞ കൃത്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു. ഇനി ഹൗ ടു പ്രിപ്പയർ ഇറ്റ്, അതാണല്ലോ നെക്സ്റ്റ് ഡൗട്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആപ്ലിക്കേഷൻ ഫോം, അത് ഞാൻ നേരത്തെ പറഞ്ഞു, ആ സൈറ്റിൽ തന്നെ കിട്ടും. അത് ജസ്റ്റ് അതിലൊന്നുമില്ല, ഫില്ല് ചെയ്യാൻ എളുപ്പമാണ്. ഒന്നും ചെറിയ ചെറിയ ഡീറ്റെയിൽസേ ഉള്ളൂ. അതൊക്കെ ഫില്ല് ചെയ്തൊരു ഫോട്ടോ ഒട്ടിച്ച് സൈൻ, അത്രേ വേണ്ടു. അതിന്റെ ആപ്ലിക്കേഷൻ ഫോം അതങ്ങനെ. നെക്സ്റ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ. അപ്പൊ ആ ഫോട്ടോ ആക്ച്വലി 2x2 ഇഞ്ച് മെഷർമെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ട്. അപ്പൊ നിങ്ങൾ സ്റ്റുഡിയോ പോയി കഴിഞ്ഞാൽ സെപ്പറേറ്റ്ലി പറയണം 2x2 ഇഞ്ച് തന്നെ വേണം, അതിന്റെ ഒരു ഫോട്ടോ വേണം ആക്ച്വലി. പിന്നെ നെക്സ്റ്റ് വൺ ആണ് നിങ്ങളുടെ പാസ്പോർട്ട്സ്. ഓഫ് കോഴ്സ് പാസ്പോർട്ട് പഴയതും എടുക്കണം, മറക്കരുത്. പുതിയത് മാത്രമല്ല, പഴയതുണ്ടെങ്കിൽ അത് എടുക്കുക. എന്തിനാ വെറുതെ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട, ഇതൊക്കെ വേണ്ടി വരും. പഴയതുണ്ടെങ്കിൽ അത്, പുതിയതുണ്ടെങ്കിൽ പുതിയതുണ്ടായാലും പിന്നെ ഓഫ് കോഴ്സ് വേണം. നിങ്ങളുടെ പാസ്പോർട്ട് ഓൾമോസ്റ്റ് കുറെ ട്രാവൽ ചെയ്യുന്നവരാണെങ്കിൽ 2 പേജെങ്കിലും ബ്ലാങ്ക് ആയിട്ടുള്ള മിനിമം വേണമെന്ന് റിക്വയർമെന്റ് ഉണ്ട്. അപ്പോൾ അതും നിങ്ങളൊന്ന് നോക്കിയിട്ട് വരും. അതേപോലെ ട്രാവൽ
ജേർണീൻ്റെ ഒരു 6 months മുമ്പിലോട്ടുള്ള വാലിഡിറ്റി വേണം എന്തായാലും പാസ്പോർട്ടിന്. അതിന് മുമ്പ് എക്സ്പയർ ആവുന്നുണ്ടെങ്കിൽ അതും സമ്മതിക്കില്ല. 6 months വാലിഡിറ്റി വേണം. അപ്പോൾ അത് നെക്സ്റ്റ് കാര്യം. പിന്നെ ഉള്ളത് കവറിങ് ലെറ്റർ, അതായത് നിങ്ങളുടെ വൈഫ് എന്തിനവിടെ പോകണു ജപ്പാനിൽ, ആ പേർപ്പസ് ഓഫ് വിസിറ്റ്, പിന്നെ എപ്പോഴാണ് തിരിച്ചു വരുന്നതും പോകുന്നു, അങ്ങനത്തെ ഡീറ്റെയിൽസും ഒരു റഫ് ഒരു ട്രാവൽ ഐറ്റിനറി റഫായിട്ടുള്ള അതും ഒരു അറ്റാച്ച് ചെയ്യേണ്ടി വരും. നിങ്ങൾ എന്തായാലും പ്രോപ്പർ എക്സ്പ്ലനേഷൻ വേണം അതിൽ. എന്തായാലും ബേസിക്കലി നിങ്ങൾക്ക് അതിൽ കാണിക്കേണ്ടി വരിക എങ്ങനെയാ, അതായത് വൈഫ് വന്നു കഴിഞ്ഞാൽ എന്തായാലും തിരിച്ച് ഇന്ത്യയിലേക്ക് വരും, അങ്ങനെ ഒരു റീസൺ കൊടുത്ത് നിങ്ങൾ അതിൽ എക്സ്പ്ലെയിൻ ചെയ്യണം ലെറ്റർ. അതായത് മോസ്റ്റ്ലി ഇപ്പൊ നടക്കുന്ന ജപ്പാനിൽ കുറെ പേര് ഇല്ലീഗലായിട്ട് ഇമിഗ്രൻസ് കുറെ കയറി വരുന്നുണ്ട്. അപ്പൊ തിരിച്ചു വരില്ല. അപ്പൊ അതില്ല എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിൽ അങ്ങനത്തെ ഒരു കവറിംഗ് ലെറ്റർ. അപ്പൊ ഞാൻ ബേസിക്കലി അതെ, അപ്പൊ എന്തായാലും ഞാൻ ബേസിക്കലി വലിയ പണിയൊന്നുമില്ല, ചാറ്റ് GPT എനിക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ അതിൽ ജസ്റ്റ് നിങ്ങൾ ബേസിക്കലി എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. വൈഫിന് ഇവിടെ വന്നിട്ട് ഇന്ത്യയിൽ ഫാമിലിയിൽ ഇവിടെയാണ് റൂട്ട്സ്, ഫാമിലി റൂട്ട് മൊത്തം ഇവിടെയാണ്, അപ്പൊ തിരിച്ചു വരണം, അതുപോലെ എപ്പോഴാണ് പോകുന്നത് വരുന്നത്, അങ്ങനത്തെ ചെറിയ ബേസിക് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. അപ്പൊ അതിന് നിങ്ങൾക്ക് പ്രോപ്പർ ഒരു ഫോർമാറ്റ് വേണമെങ്കിൽ ഞാൻ എന്നെ നമ്മുടെ ഇൻസ്റ്റയിൽ DM ചെയ്താൽ മതി. നമ്മളിവിടെ കൊടുത്തിരിക്കും. യെസ്, അപ്പൊ അതിൽ ചെയ്ത എപ്പോഴാണ് മെസ്സേജ് ചെയ്തത് നമ്മൾ അപ്പം തന്നെ അയച്ചു തരുന്നതായിരിക്കും, നോ ഇഷ്യൂസ്. അപ്പോൾ അത് നെക്സ്റ്റ്. പിന്നെ ഉള്ളത് ഹോട്ടൽ ബുക്കിംഗ് ഡീറ്റെയിൽസ്. അത് ആക്ച്വലി ഞാൻ 2 months വേണ്ടിയിട്ടാണ് അവിടെ വർക്ക് റിലേറ്റഡ് ആയിട്ടാണ് പോയത്. അതിനിടയിലാണ് ഞാൻ വൈഫിനെ കൊണ്ടുവന്നത്. അപ്പൊ നമുക്ക് ആക്ച്വലി അവിടെ ഇവളുടെ കസിൻസ് സ്റ്റേ ചെയ്യുന്നുണ്ട്. അപ്പം ഇവളെ കൊണ്ടുവന്ന് അവിടെ നമുക്ക് സെപ്പറേറ്റ്ലി സ്റ്റേ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഹോട്ടലിന്റെ ആവശ്യമില്ല. പക്ഷെ ഇവർക്ക് ഇതിപ്പോ അതൊക്കെ കാണിച്ചാൽ വലിയ പണിയാണ് ആക്ച്വലി. അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മള് അതെ, അപ്പൊ അവരാണ് ഇൻവൈറ്റ് ചെയ്യുന്നതെന്നെല്ലാം പറഞ്ഞാൽ സെപ്പറേറ്റ്ലി ഇനി വേറെ കുറെ ഡോക്യുമെന്റ്സ് കൊടുക്കണം. അവരുടെ റെസിഡൻസ് പെർമിറ്റും വെറുതെ ഡിഫിക്കൽട്ടി ഉണ്ടാക്കണ്ട. അതിന് പകരം സെപ്പറേറ്റ് നിങ്ങൾ ഒരു കാര്യം ചെയ്യാം, ഹോട്ടൽ നിങ്ങൾ ജസ്റ്റ് വിത്തൗട്ട് പേയ്മെന്റ് ബുക്ക് ചെയ്യാൻ പറ്റില്ലേ, കൺഫർമേഷൻ. ആ ഒരു കൺഫർമേഷൻ റെസീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് മതി ഇതിൽ ആക്ച്വലി. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്തത്, ഞാൻ അതൊന്നും കൊടുക്കാൻ നിന്നില്ല. ജസ്റ്റ് നല്ല 3-4 ഹോട്ടൽസ് അവരുടെ നമ്മുടെ ഐറ്റിനറിക്ക് അനുസരിച്ച് സ്ഥലങ്ങൾ നോക്കി ഒരു 3-4 ഹോട്ടൽസ് ബുക്ക് ചെയ്ത് വേണ്ട പോലെ, എന്നിട്ട് അതിന്റെ കൺഫർമേഷൻ റെസീറ്റ് എടുത്തിട്ടാണ് നമ്മൾ പ്രിന്റ് എടുത്തിട്ടാണ് പോയത്. നെക്സ്റ്റ് ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ കാര്യം. അപ്പൊ നമ്മൾ ആക്ച്വലി ഒരു 3 months മുമ്പേ ബുക്ക് ചെയ്തു. 3 months മുമ്പേ ഞാൻ ബുക്ക് ചെയ്തിരുന്നു, പ്ലാൻ ചെയ്തിട്ട് ഡേറ്റ് ഒക്കെ. കാരണം നല്ലോണം റേറ്റ് കൂടും ആക്ച്വലി. അതിലും കുറച്ചുകൂടെ നേരത്തെ ബുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതെ, അപ്പൊ ഞാനൊക്കെ ആക്ച്വലി നമ്മള് പല ഫ്ലൈറ്റ് നമ്മൾ നോക്കിയിരുന്നു. എയർ ഇന്ത്യ ഉണ്ടായിരുന്നു, സിംഗപ്പൂർ എയർലൈൻസ്, പിന്നെ ജാൽ ഉണ്ടായിരുന്നു, അങ്ങനെ കുറെ ഉണ്ട്. അപ്പൊ സിംഗപ്പൂർ എയർലൈൻസ് ബുക്ക് ചെയ്ത്. അപ്പൊ റൗണ്ട് ട്രിപ്പ് നമുക്ക് ഏകദേശം ഒരു 73 സംതിങ് 75 അറൗണ്ട് ആ റേഞ്ച് ആയിട്ടുണ്ടായിരുന്നു. എയർ ഇന്ത്യ അതിനും കുറവിലൊക്കെ കിട്ടുന്നുണ്ട്. അതെ, 50 റേഞ്ചിൽ കിട്ടുന്നുണ്ട്. പക്ഷെ അവരുടെ ഒരു സർവീസ് എങ്ങനെയായിരിക്കും അറിയില്ല. കുറെ ഇതൊക്കെ പ്രശ്നങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അതെ, ഒരു പക്കയാണ് അവരുടെ സർവീസ്. ഫുഡും എല്ലാം ഭയങ്കര അടിപൊളിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളത് പക്ഷെ നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ എന്തായാലും നേരത്തെ പറ്റുന്നതിൽ നേരത്തെ. കാരണം ഇതേ ഫ്ലൈറ്റ് നമ്മളൊരു 1.5-2 months മുമ്പ് ചെക്ക് ചെയ്യുമ്പോഴേക്കും നല്ലോണം റേറ്റ് കൂടി. ഈ 70 ഉണ്ടായിരുന്നു, ഓൾമോസ്റ്റ് 1 lakh ആ റേഞ്ചിൽ എത്തുന്നുണ്ടാവും. അത് പെട്ടെന്ന് ചെയ്യുന്നുണ്ട്. ഒരു 3-4 മാസം മുന്നേ ചെയ്യുന്നതാണ് നല്ലത്. അതെ, എന്തായാലും അപ്പൊ അതിന്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഡീറ്റെയിൽസ് പ്ലസ് ഒരു ട്രാവൽ ഇൻഷുറൻസ് എൻ്റെ കൂടെ സെപ്പറേറ്റ്ലി എടുത്താൽ അത് അത്രയും ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതിൽ എവിടെയും പറയുന്നില്ല ട്രാവൽ ഇൻഷുറൻസ് മാൻഡേറ്ററി, പക്ഷെ അത് എടുക്കുന്നത് എന്തായാലും ഇമ്പോർട്ടന്റ്. നമ്മുടെ ഒരു സജഷൻ അങ്ങനെയാണ്. അപ്പൊ അതും കൂടി ഇൻക്ലൂഡ് ചെയ്താൽ കുറച്ചും കൂടി സേഫ് ആയിരിക്കും. അതിന് അത്രേ വരുന്നുള്ളൂ. ഒരു മേ ബി 1500 ഉള്ളിൽ നമുക്ക് നല്ലൊരു ട്രാവൽ ഇൻഷുറൻസ് കിട്ടും. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഷെഡ്യൂൾ ഓഫ് സ്റ്റേ ഓർ ഐറ്റിനറി. അപ്പൊ ഇതെന്ന് വെച്ചാൽ നിങ്ങളുടെ വൈഫ് അവിടെ ലാൻഡ് ചെയ്യുന്ന മുതൽ ഡിപ്പാർട്ട് ചെയ്യുന്ന വരെയുള്ള എത്ര ഡേയ്സ് ആണോ, ഓരോ ഡേയും എന്താ പ്ലാൻ എന്നുള്ളത് പ്രോപ്പർ ഡീറ്റെയിൽഡ് ഐറ്റിനറി. അത് അവർക്ക് എന്തായാലും നിർബന്ധം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവിടെ എന്തായാലും ചെക്ക് ചെയ്യണം. ഗ്ലോബലിലും അതെ. അപ്പൊ അത് പ്രിപ്പയർ ചെയ്യാൻ ഞാൻ ആക്ച്വലി ടേബിൾ ഫോർമാറ്റിലാണ് പ്രിപ്പയർ ചെയ്തത്. അതായത് ഡേ ഓഫ്
അറൈവൽ മുതൽ അത് ഡിപ്പാർച്ചർ വരെ. പ്രോപ്പർ അവർക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ അതും റിജക്ട് ചെയ്യും മൊത്തത്തില്. അപ്പൊ നമ്മൾ സെപ്പറേറ്റ്ലി ആക്ച്വലി ഇവള് വന്നത് 20 ഡേയ്സിന് വേണ്ടി. അപ്പൊ ഓരോ 20 ഡേയ്സിനുള്ള ഓരോ എങ്ങനെ പോണ 20 ഡേയ്സിൽ നമ്മൾ എവിടെയാ പോകുന്നത്, പിന്നെ എങ്ങനെയാണ് പോകുന്നത്, എങ്ങനെ പോകണം, അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസ് ഇതിന്റെ പ്രോപ്പർ ഫോർമാറ്റ് ഞാൻ ഷെയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നേരത്തെ പറഞ്ഞ പോലെ DM ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ല. പിന്നെയുള്ള സ്പോൺസർ ലെറ്റർ ഫ്രം സ്പൗസ്, അതായത് ഞാനാണ് ഇവളുടെ ട്രിപ്പ് സ്പോൺസർ ചെയ്യുന്നുള്ളതിന്റെ ഒരു ലെറ്റർ. ആക്ച്വലി അതും ഞാൻ ChatGPT വെച്ചിട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത്. അതിലൊന്നുമില്ല, ബേസിക്കലി ഞാൻ ഇവളുടെ എക്സ്പെൻസസ് മൊത്തം ബെയർ ചെയ്യും. അത് അങ്ങനെ സ്റ്റേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു ലെറ്റർ. ആക്ച്വലി ഒരു 5-6 ലൈൻസേ വേണ്ടു. പിന്നെ അതിൽ എൻ്റെ പാസ്പോർട്ട് ഡീറ്റെയിൽസും എൻ്റെ ഓക്യുപ്പേഷൻ എന്താ, ആ ഒരു അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസ്. അതായത് എനിക്ക് ഇവളെയും കൂടി സ്പോൺസർ ചെയ്യാൻ പറ്റും, ഫൈനാൻഷ്യലി കുഴപ്പമുണ്ടാവില്ല എന്നുള്ള. തിരിച്ചിങ്ങോട്ട് വരുന്നു, അത് ആക്ച്വലി കവറിംഗ് ലെറ്റർ. അപ്പൊ ആ ഡീറ്റെയിൽസ് കൊടുക്കണം. അപ്പൊ അതിന്റെ ഫോർമാറ്റും ഞാൻ സെപ്പറേറ്റ്ലി DM ചെയ്യാൻ പറഞ്ഞാൽ. ഹസ്ബൻഡിന്റെ ലാസ്റ്റ് 3 years ITR എന്തായാലും വേണം, അത് നിർബന്ധം. പിന്നെ നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റ് ഓഫ് കോഴ്സ് അത് നിങ്ങളുടെ ഉണ്ടാവും, അപ്പൊ അതും കൂടി വേണം. പിന്നെ ലാസ്റ്റ് 6 months ഹസ്ബൻഡിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ആക്ച്വലി ഇതിൽ പറഞ്ഞിട്ടുള്ളത് 3 years ITR ഇല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. പക്ഷെ നമ്മളത് വെച്ചു ആക്ച്വലി. പിന്നെ നമ്മുടെ VFS ഗ്ലോബലിലുള്ള ആ ഒരു ഓഫീസർ അവരും വെച്ചോന്ന് തന്നെയാ പറഞ്ഞത് ആക്ച്വലി. പിന്നെ മിനിമം ബാലൻസ് നിങ്ങൾ ഡൗട്ട് ഉണ്ടാവും ആക്ച്വലി. പക്ഷെ മിനിമം ബാലൻസ് ഞാൻ പ്രോപ്പർ എൻക്വയറി ചെയ്ത് അവരവിടെ എവിടെയും പറയണില്ല മിനിമം ബാലൻസ് എത്ര വേണം. പക്ഷെ ടു ബി ഓൺ ദ സേഫർ സൈഡ് ഒരു 1.5 lakhs മിനിമം വെച്ച ഒരു ഗുണമായിരിക്കും ആക്ച്വലി. അവരത് ചെക്ക് ചെയ്യേണ്ടി. അതെ. പിന്നെ ലാസ്റ്റ് മിനിറ്റില് തലേ ദിവസം കൊണ്ട് 2 ലക്ഷം ഇട്ടിട്ട് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കുന്ന പരിപാടിയാണ്. അവർ പ്രോപ്പർ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോ അവര് ആപ്ലിക്കേഷൻ വിസ അപ്ലൈ ചെയ്യാൻ പോണതിന് ഫിസിക്കലി പോണതിന് മുമ്പ് ഒരു മേ ബി ഒരു 1 to 2 weeks മുമ്പേ ഒരു പൈസ അവിടെ ഫില്ല് ചെയ്ത് അതെ ബെയർ ചെയ്യാൻ പറ്റും അതിന്റെ എക്സ്പെൻസ്. ആക്ച്വലി ലിറ്റിൽ ബിറ്റ് എക്സ്പെൻസീവ് ആണ് ജപ്പാൻ, വിചാരിക്കണ പോലെ അല്ല. അപ്പൊ ഹോട്ടലാണെങ്കിലും അക്കോമഡേഷനും എല്ലാം ഫുഡും എല്ലാം അങ്ങനെയാണ്. എന്തായാലും അവരത് നല്ലോണം ചെക്ക് ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഹൗ ടു പ്രിപ്പയർ ഡോക്യുമെന്റ്സ് എന്നുള്ള കാര്യത്തിൽ. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും വിസ ഫീസിനെ കുറിച്ച്. അത് എക്സ്പെൻസീവേ അല്ല ആക്ച്വലി ജപ്പാൻ വിസ. പക്ഷെ കൂട്ടാൻ പോകുന്നുണ്ട്, ഏപ്രിൽ മുതൽ കൂട്ടാൻ പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ആക്ച്വലി അവിടുത്തെ ന്യൂ പ്രസിഡന്റ് വന്ന പിന്നെ കുറെ റൂൾസ് ഒക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതെ. അപ്പൊ വിസ ഫീസ് ആക്ച്വലി പ്രോപ്പർ വിസ ഫീസ് 500 പ്ലസ് പിന്നെ VFS ഗ്ലോബലിൽ പോകുമ്പോൾ അവിടുത്തെ പ്രോസസ്സിംഗ് ചാർജും അതൊക്കെ കൂടിയിട്ട് എക്സ്ട്രാ ഒരു 1300 വരും. അപ്പൊ ടോട്ടൽ പ്രൈസ് ആക്ച്വൽ വരുന്നത് 1800 rupees വരുന്നത് ഫൈനൽ. VFS ഗ്ലോബലിൽ നമ്മളെ പോയിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ട്. അത് ഭയങ്കര തിരക്കാണ് എങ്ങനെയാണ്. അപ്പൊ ബുക്ക് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മള് ബുക്ക് ചെയ്തിട്ട് തന്നെ പോയത് ആക്ച്വലി. അതായിരിക്കും ബെറ്റർ. ബുക്ക് ചെയ്യാണ്ടും പോവാം, പക്ഷെ ബുക്ക് ചെയ്താൽ അതിന്റെ ഒരു സെപ്പറേറ്റ് ആക്ച്വലി ബെറ്റർ ആണ്. ആക്ച്വലി ഒരു ടോക്കൺ നമ്പർ ഒക്കെ കിട്ടും അവിടെ പോയാൽ. പിന്നെ ജപ്പാനിൽ പോണ ആ ഒരു സെക്ഷൻ വലിയ തിരക്കുണ്ടായിരുന്നു. അവിടെ തിരക്ക് കുറവാൻ ഒരു 5-6 ആൾക്കാരായിരുന്നു ജപ്പാന്റെ ഇതിലുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ പോയത് കൊച്ചിയാണ്, കൊച്ചി VFSലാണ്. അതിനകത്തേക്ക് ആപ്ലിക്കന്റിനെ മാത്രമേ കയറ്റുള്ളൂ. ആപ്ലിക്കന്റ് അല്ലെങ്കിൽ ആരാണ് ഇത് സബ്മിറ്റ് ചെയ്യാൻ പോകുന്നത് അവര് മാത്രം മതി, ഒരാളെ കേട്ടുള്ളൂ. ആപ്ലിക്കന്റ് വേണമെന്നൊന്നുമില്ല, ആരാണെങ്കിൽ ഒരാള് മതി. അവിടെ 2 പേരെല്ലാം പോയി ഒരാളെ കേട്ടുള്ളൂ. പിന്നെ അതിനകത്ത് കയറി കഴിഞ്ഞാൽ എന്റത് പെട്ടെന്ന് തന്നെ കഴിയും. ഒരു 20-25 മിനിറ്റ്സ് ഉണ്ടായിരുന്നു. ഈ ഡോക്യുമെന്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്ത് വേറെ ഒന്നും കാര്യമായിട്ട് അവര് ചോദിച്ചിട്ടില്ല. ജസ്റ്റ് ചെക്ക് ചെയ്യും പ്രോപ്പർ അല്ലാത്ത ആൾക്കാർ അവര് തിരിച്ചു വിടുന്നുണ്ട്. അവർക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പോൾ അതുകൊണ്ട് റിസ്ക് എടുക്കാണ്ട് ഫുൾ എല്ലാ ഡോക്യുമെന്റ്സും കറക്റ്റ് കൊണ്ടുപോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. അവരവിടുന്ന് 10 to 15 days ആയിരുന്നു പറഞ്ഞത്. അത് ഇത് വരുന്നത് പോസ്റ്റ് വഴി അയച്ചു തരാ ചെയ്യാം. അതിന് എക്സ്ട്രാ പൈസ ഇല്ല, അതെല്ലാം ഇൻക്ലൂഡഡ് ആണ് അതിൽ 1800. അപ്പൊ ഇത്
ഈ ഇവരോട് പറഞ്ഞിരുന്നത് നമ്മുടെ അവിടെ നമ്മുടെ കണ്ണൂര് അവിടെ എത്തുന്നായിരുന്നു. എന്നിട്ട് ബ്ലൂ ഡാർട്ട് വഴി ഒരു പോയിട്ട് നമ്മള് കളക്ട് ചെയ്യണം. 2 വീക്സിനുള്ളിൽ 1 to 2 വീക്സ് ഒരു 10 ദിവസത്തിനുള്ളിൽ ഇവർക്ക് കിട്ടിയിരുന്നു. സെപ്പറേറ്റ് 5 ഡേയ്സ് കൊണ്ട് കിട്ടി. 5 വർക്കിംഗ് ഡേയ്സ് കൊണ്ട് കിട്ടി. അവിടെ പോയിട്ട് കളക്ട് ചെയ്യണം, അത്രേ ഉള്ളൂ. അത് പെട്ടെന്ന് കിട്ടും തന്നെയാണ്. ഡോക്യുമെന്റ്സ് ഒക്കെ പ്രോപ്പർ ആണെങ്കിൽ അതിൽ ഒന്നുമില്ല, പണിയൊന്നുമില്ല. അവരതിൽ വേറൊന്നും ഉണ്ടാവില്ല. പാസ്പോർട്ടിൽ ജസ്റ്റ് അവര് ആ ഒരു സ്റ്റിക്കർ ഇതല്ല വിസന്റെ അടിച്ചിട്ട് തരും. അതില്ലെങ്കിൽ എനിക്കറിയില്ല, റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാ വരുമെന്ന് അറിയില്ല. ഇല്ല, ഇത് ഫോളോ ചെയ്താൽ പിന്നെ റിജക്ഷൻ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പിന്നെ ലാസ്റ്റ് നമ്മുടെ ഒരു സെക്ഷൻ എന്ന് വെച്ചാൽ എങ്ങനെയായിരുന്നു ഇമിഗ്രേഷൻ ഇൻ ജപ്പാൻ. അപ്പോൾ അത് അവിടെ എത്തിക്കഴിഞ്ഞിട്ടുള്ള അവസ്ഥ. അപ്പൊ ഈ വിസ നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഒരു സജഷൻ എന്ന് വെച്ചാൽ ഈ മോളിൽ പറഞ്ഞ ഡോക്യുമെന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഫോണിൽ അറ്റ്ലീസ്റ്റ് അവിടെ ഉണ്ടാവണം. കാരണം ഇമിഗ്രേഷന്റെ ടൈമില് അവര് ഓഫീസർ ആക്ച്വലി ഇവളുടെ അടുത്ത് ചോദിച്ചിരുന്നു പെട്ടെന്ന്. നമ്മള് വിസയ്ക്ക് വേണ്ടിട്ട് മാത്രമാണ് ഈ പ്രോപ്പർ സാധനങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്തത്. വിസയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് പിന്നെ കയ്യിൽ വെക്കണ്ടെന്ന് വെച്ചാൽ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ അവിടെ പോയ സമയത്ത് അവരെന്റെ അടുത്ത് ഐറ്റ്നറി കാര്യങ്ങളെല്ലാം ചോദിച്ചു. എന്റെ കയ്യിൽ ഐറ്റ്നറി ഇല്ല, എവിടെയെല്ലാം പോകുന്നതെന്ന് ചോദിച്ചു. അത് ഞാൻ പറഞ്ഞു, പക്ഷെ അവർക്കത് അങ്ങോട്ട് തൃപ്തിയായില്ല. പിന്നെ എന്നെ 1 മണിക്കൂർ അവര് കൊറേ ക്വസ്റ്റ്യൻസ് ചോദിച്ച്, എവിടെയാ പോകുന്നത്, എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്, ഇവിടെ ആരെങ്കിലും ഉണ്ടോ, ഫസ്റ്റ് ടൈം. പിന്നെ ഞാൻ ഫസ്റ്റ് ടൈം ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നതായതുകൊണ്ട് അതും ഡൗട്ട് ഉണ്ടാവുമായിരുന്നു. ലാസ്റ്റ് പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല. ഹസ്ബൻഡ് ഇവിടെ ഉണ്ട്, ഹസ്ബൻഡ് എന്റെ പാസ്പോർട്ടൊക്കെ അറിയാൻ വേണ്ടിട്ടാണ് ചോദിച്ചപ്പോ അവര് പിന്നെ ഓക്കെ എന്ന് പറഞ്ഞ് വിട്ടു. വേറെയും കുറെ ടീംസ് അതേപോലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഡോക്യുമെന്റ്സ് ഇതൊക്കെ ഒന്ന് മൊബൈലില് സേവ് ചെയ്ത് വെക്കണത് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും അല്ലേ? അപ്പൊ ഇത്രേ ഉള്ളൂ ആക്ച്വലി. ഇത് പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്തതിന്. കാരണം നമ്മള് ജപ്പാനിൽ പോകുന്നതിന് മുന്നേ കുറെ വീഡിയോസ് കണ്ട് ഒന്നിലും അങ്ങനെ കറക്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് ആരും പറയുന്നില്ല. അവരെല്ലാരും കുറച്ച് പറയുന്നത്. അതെ, ഞാൻ ആക്ച്വലി നമ്മളിങ്ങനെയാണ്, വേറെ എന്താ ചെയ്യേണ്ടത്. ഞാൻ കൊറേ നോക്കിയിരുന്നു ആക്ച്വലി, സെപ്പറേറ്റ് കുറെ വീഡിയോസ് സെർച്ച് ചെയ്തു ഇങ്ങനെ വിത്തൗട്ട് ഗ്യാരണ്ടർ അല്ലെങ്കിൽ ഡിപെൻഡന്റ് വൈഫിനായിട്ടുള്ള വിസ ഏതാന്ന് ഒന്നും എവിടെയും കണ്ടിട്ടില്ല. അവസാനം പിന്നെ കുറച്ചൊന്ന് റിസർച്ച് ചെയ്ത് കഷ്ടപ്പെട്ട് ഞങ്ങൾക്കും ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത് ഇനി റിജക്ട് ചെയ്യോ, നമ്മൾ സ്വന്തമായിട്ട് ട്രാവൽ ഏജൻസിയും അല്ല. അപ്പൊ നമ്മളെ ഓഫ്കോഴ്സ് നിങ്ങൾക്ക് നമ്മൾ പോയി അടിച്ചു പൊളിച്ചു വന്നു, അപ്പൊ ഒരു ടെൻഷനും ഇല്ല. ഓക്കെ, അപ്പോ ഇനി നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ലിസ്റ്റ് സെപ്പറേറ്റ് നിങ്ങൾക്ക് ഇനി ഫോർമാറ്റ് വേണോ, എന്താ ലിസ്റ്റ് ഒന്നുകൂടി അയക്കണോ, ആക്ച്വലി ലിസ്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഈ വീഡിയോയിൽ കൊടുക്കണമായിരിക്കും. ഇനി എന്തെങ്കിലും ഡൗട്ട് ഇതിന് പുറമെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാ ഇതിലേക്ക് ഐഡിയിലേക്ക് DM ചെയ്യാം. ഒരു ഏജൻസിയുടെ ആവശ്യമില്ല, വെറുതെ ആണ് ഈ ഏജൻസി എക്സ്ട്രാ പൈസ കൊടുത്ത് നിങ്ങൾ ചെയ്യിക്കുന്നത്. അതും അവര് ചെയ്തു തരണമെന്ന് ഒരു ഗ്യാരണ്ടി ഇല്ല, അവർ ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഗ്യാരണ്ടി ഇല്ല. പലപ്പോഴും മിസ്റ്റേക്സ് പറ്റാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ ഈ ഓരോരോ പോയിന്റ് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് കൊണ്ടുപോയാൽ പിന്നെ ഒന്നും പേടിക്കാനില്ല. അപ്പൊ യെസ്, അപ്പൊ അതെ, എന്നാ നിങ്ങൾ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ സെറ്റാക്കി വിസയും സെറ്റ് ചെയ്ത് ജപ്പാൻ അടിച്ചു പൊളിക്കാം. ഓക്കെ, ബൈ.